എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന മുറിയിലേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് ആദർശം കൂടെ ഉണ്ട്. അപ്പൊ ആദർശം ചോദിച്ചു, എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അല്ല ആദർശേട്ടാ, ഞാൻ ഉറക്കുമായിരുന്നു. ഇതുവരെ ആയിട്ടും അമ്മ എന്നെയോ അല്ലെങ്കിൽ നവ്യേച്ചിയുടെ മരുമക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാം. ഓ, അതിനെക്കുറിച്ചാണ് ആലോചിച്ചിട്ടിരിക്കുന്നത്. അല്ല, അമ്മ പറഞ്ഞത് ശരിയാ. ഇനി ഒരു പക്ഷേങ്കില് ഇങ്ങോട്ട് അർഹതയില്ലാതെ കടന്നു വന്നതല്ലേ ഞങ്ങള്. അതുകൊണ്ട് ഇപ്പൊ അനാമികേനെ ആയിരിക്കും ഇനിയിപ്പം മരുമകളായിട്ട് അമ്മ അംഗീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളാകാൻ പോകുന്ന അനാമികയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല ആദർശേട്ടാ, ഞാൻ പറഞ്ഞാന്ന് പറയണം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ദേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഫോണിനകത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. ഇങ്ങനെ നോക്കിയേ, ഇത് കഴിഞ്ഞ ദിവസം നിന്റെ ഇന്റർവ്യൂ ന്യൂസിനകത്ത് വന്നിരിക്കുന്ന കണ്ടോ? അതിനകത്ത് പറയുന്ന കേട്ടോ, അന്തപുരിയിലെ മരുമകളെന്ന്. ഇനി നിന്റെ പേരില ഞങ്ങളൊക്കെ അറിയപ്പെടാൻ പോകുന്നേ. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? നീ ഇവിടുത്തെ മരുമോള് തന്നെയാന്ന് പറയാം. എന്നാലും അമ്മയുടെ കാര്യം നീ ഓർത്ത് വിഷമിക്കണ്ട. അമ്മേനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ. പിന്നെ എനിക്ക് പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയായിപ്പോയി. ഒരു പരിധി വരെ എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാ. നിനക്കത് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നീ വേണം അത് കണ്ടും കരുതി നിൽക്കാനായിട്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം ഉറപ്പുവരാം, ഇനിയിപ്പൊ അമ്മ സ്നേഹിക്കുന്നതെന്ന് വെച്ച് ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കുന്നില്ല. അമ്മയില്ലെങ്കിൽ ഭർത്താവ് കൂടെ ചേർത്ത് നിർത്താനുണ്ടെങ്കിൽ പിന്നെ അതുപോലെ. അതിൽ കൂടുതലായിട്ട് നിനക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാം. പെട്ടെന്ന് അതിനോട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടൻ പറയുന്നത് എന്തൊക്കെയാന്ന്. പക്ഷേങ്കിൽ അതെ, ഒരു ടെൻഷനും വേണ്ട. ഇനിയിപ്പൊ നീ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നയന പറഞ്ഞു, ടെൻഷനൊന്നും ഇല്ലാന്ന് പറയണ. അല്ല, നിനക്കും പിന്നെ ഇച്ചിരി അഹങ്കാരമൊക്കെ കൂടുതലാന്ന് പറയണ. എനിക്ക് അഹങ്കാരോ? എനിക്കെന്തൊരു അഹങ്കാരം? അല്ല, അന്ന് ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് നിനക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ പോലും തോന്നിയോ? ഓ, അതോർത്തിട്ടാണോ? അതെന്തുകൊണ്ടാ വരാത്തെ? അത് ആദർശേട്ടൻ വന്ന് വിളിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ഞാൻ വന്ന് വിളിക്കണം ഇങ്ങോട്ട് വരാനായിട്ട്. മുത്തശ്ശനും മുത്തശ്ശി എനിക്ക് പകരം വന്നില്ലേ, എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കാം. അല്ല, അവര് വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ വരാത്തെ. അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറയാം. ഓ, അങ്ങനെയാ, അതുകൊണ്ടല്ലേ വരാത്തെ. അല്ല, ആദർശേട്ടൻ എന്താ വന്നുകൊണ്ട് ആദർശേട്ടൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? ഇല്ല, എനിക്കൊരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അല്ല, പിന്നെ നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ അവരുടെ കൂടെ വരുമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിലേ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ഇപ്പൊ വരണ്ട, മോള് ഇവിടെ കുറച്ചു ദിവസം നിന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആദർശേട്ടൻ എപ്പോഴും പറയൂലോ, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാ എന്നെ സ്നേഹിക്കുന്നതെന്നൊക്കെ. അല്ല, അന്ന് കൂട്ടാൻ വന്നപ്പോഴും എനിക്ക് എന്നെ ഇഷ്ടം ഉണ്ടായിട്ടല്ല വന്നേന്നല്ലേ പറഞ്ഞേ. അത് മുത്തശ്ശന് പറഞ്ഞിട്ടല്ലേ വന്നേന്നല്ലേ പറഞ്ഞേ. പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അതൊക്കെ ഞാൻ അങ്ങനെ പറയും, പക്ഷെ എൻ്റെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, എന്നാലും എനിക്ക് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പറയാ. പിന്നീട് നയന പറഞ്ഞു, അതെ ആദർശേട്ടനോ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി ഒന്നും തിരിച്ചു പറയാനൊന്നും പോകുന്നില്ല. ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നയന അങ്ങോട്ട് തിരികെ പോവാണ്. ഈ സമയം ആദർശം മനസ്സിൽ കരുതുക, ഇവള് നല്ലൊരു ഭാര്യയാണ്, പക്ഷെ ഇന്ന് വരെ താനൊരു നല്ലൊരു ഭർത്താവാകാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നൊരു ചിന്ത ആദർശിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ആദർശം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അനി അവിടെ നിൽക്കുന്നുണ്ട്. എടാ, ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, ഇപ്പൊ തന്നെ മുത്തശ്ശൻ വന്ന് ചോദിക്കും, അടുക്കള കയറി പാചകം ഒന്നും തുടങ്ങിയിട്ടില്ലേന്ന്. അപ്പോഴാണ് അജയനും ജയനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ജയൻ പറഞ്ഞു, എന്റെ ഏട്ടാ, അല്ല അതെ എടാ, നമുക്കാണെങ്കിൽ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? അതില്ല താനും. പക്ഷേ നമ്മളിവിടെ അടുക്കള കയറിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയൻ പറഞ്ഞു, ശരിയാ, ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, നമുക്കൊരു കാര്യം ചെയ്താൽ ഹോട്ടലിൽ പോയി കഴിച്ചാലോ എല്ലാവർക്കും കൂടെ. അത് ശരിയാ, അവിടെയാണ് രണ്ട് പെക്കടിക്കുകയും ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പെഗടിക്കാൻ അവിടെ പോയിട്ട്? അല്ല, പോകുന്ന വഴിക്ക് എല്ലാരെയും ഹോട്ടലിലാക്കിയിട്ട് നമുക്ക് നൈസായിട്ട് അവിടെ നിന്ന് മാറാം. എങ്ങനെയുണ്ട് ഐഡിയ? അതൊക്കെ കൊള്ളാം. പക്ഷേങ്കിൽ അച്ഛൻ സമ്മതിക്കുമെന്ന് ചോദിക്കാം. അത് ശരി തന്നെയാ. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചാൽ എന്താ എല്ലാരും കൂടെ ഒരു സംസാരം ചോദിക്കാം. ഒന്നുമില്ല എന്ന് പറയണേ. പെട്ടെന്ന് ജയൻ പറഞ്ഞു, അല്ലച്ച, എന്തിനാ ഇവിടെ ഉണ്ടാകുന്ന അടുക്കള ഉണ്ടാക്കുന്നേ? നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച പോലെന്ന് ചോദിക്കാം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞതേ, വാക്ക് കൊടുത്ത ആള് ഞാനാണ് ഫുഡ് ഉണ്ടാക്കാന്ന്. അപ്പൊ അടുക്കള തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ? നിനക്കറിയാലോ, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും എന്നുള്ള കാര്യം. അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഒരു നാളെ ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് എന്ന് പറഞ്ഞ കണക്ക് ഈ വീട് ഭരിച്ചുകൊണ്ടിരുന്ന ആളാ ഞാൻ. ഇനി അധികകാലം എനിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എന്റെ അടിയന്തരം കാര്യങ്ങളൊക്കെ വെക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം പാചകങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടതും പെട്ടെന്ന് ജയൻ പറഞ്ഞു, എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണം. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനെ അച്ഛൻ പറയേണ്ട കാര്യമില്ല. അച്ഛൻ എന്തിനാ അതൊക്കെ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നേന്ന് ചോദിക്കാം. എടാ, എപ്പോഴാണല്ലോ നമ്മൾ സത്യത്തെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറയാം.
ആദർശ് പറഞ്ഞു, വേണ്ട മുത്തശ്ശ, അതിനെക്കുറിച്ചുള്ള സംസാരമൊന്നും വേണ്ട. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അതൊന്നും വേണ്ടാന്ന് പറയാം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, എന്നാൽ ശരി, എല്ലാവരും കൂടെ അടുക്കളയിലേക്ക് പോകാന്ന് പറയണം. ഈ സമയം ആദർശ് പറഞ്ഞു, അല്ല മുത്തശ്ശ, ഒരു കാര്യം ചെയ്താലോ? ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചോണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അതെടുത്ത് കൊടുത്താലോ? എടാ മോനെ ആദർശേ, അതന്നെയല്ലേ ഇത്ര സമയം പറഞ്ഞോണ്ടിരുന്നേ. അതിന്റെ കാര്യമില്ലാന്ന്. അറിയാവുന്ന പോലെ ഉണ്ടാക്കണം. ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കും സമ്മതം അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ കയറി ഉണ്ടാക്കിക്കോളാന്ന് പറയാം. പെട്ടെന്ന് അജയൻ ചോദിച്ചു, അല്ല അച്ഛൻ ഉണ്ടാക്കാൻ അറിയാവോ? ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, അറിയാവുന്ന പോലെ ഉണ്ടാക്കും. ഞാൻ അങ്ങനെ അടുക്കള കയറിയിട്ടില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടുക്കള കയറി അങ്ങനെ ശീലമൊന്നും ഇല്ലായിരുന്നു ആണുങ്ങൾക്ക്. പക്ഷേങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം എന്ന് പറഞ്ഞ പോലെ ഭാര്യ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭർത്താവും അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യും. ഒരു കണക്കിന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമല്ലേ അവര് അടുക്കളയിൽ കിടന്ന് ഭാര്യമാരുടെ കഷ്ടപ്പാട് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പറയും, അതെ ഇതൊക്കെ ഈസി ആണല്ലോ എന്ന്. പക്ഷെ അത് ഉണ്ടാക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് പറയാം. ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ എനിക്കാണെങ്കിൽ വല്ല പുറം ജോലികളൊക്കെയാണ് കുഴപ്പമില്ലായിരുന്നു. ഈ അടുക്കളപ്പണി ആയതുകൊണ്ടാ. അതെന്താടാ നീ പുറം ജോലികൾ എന്ന് പറഞ്ഞ്? അല്ല വല്ല മിറ്റൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എളുപ്പമാ. പക്ഷെ എങ്കിൽ കുറെ സമയം നടുവ് കുഴിഞ്ഞെന്ന് മിറ്റമൊക്കെ അടിച്ചിട്ട് നൂരുമ്പോഴറിയാം എൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ. നമ്മളെല്ലാ കാര്യവും അങ്ങനെ തന്നെ ആദർശേ. നമ്മൾ സ്ത്രീയുടെ അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല, അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോ എന്താ, അടുക്കള ജോലി അത് ഈസി അല്ല എന്നോർത്ത് നമ്മളിങ്ങ് പുച്ഛിച്ചു തള്ളും. പക്ഷെ ഒരു ദിവസം നമ്മൾ അടുക്കള കയറി നോക്കണം. ഞാൻ നോക്കിയിട്ട് എല്ലാ കുടുംബത്തിലും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാ. കാരണം അടുക്കളയിൽ എത്രമാത്രം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറയാം. ഈ സമയം അജയൻ പറഞ്ഞു, ശരിയാ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകാന്ന് പറയണം. അതെ, നിങ്ങൾ ഡ്രസ്സൊക്കെ മാറി വരാൻ പറയാം. ഡ്രസ്സ് മാറാനോ? പിന്നെ അടുക്കളയിൽ ഈ വേഷം ഇട്ടുകൊണ്ടാണോ? പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറയണം. അങ്ങനെ അബിയും എല്ലാരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നയനെ നവ്യെ എല്ലാരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അനാമികയോട് ദേവേനെ ചോദിച്ചു, അല്ല മോൾ ഇരിക്കണല്ലേന്ന് ചോദിക്കും. ഞാനിരുന്നോളാം. അതെ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഇരുന്നോളാം, പക്ഷേങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് വരുന്നില്ല കേട്ടോ എന്ന് പറയാണ്. പെട്ടെന്ന് ചോദിച്ചാൽ അതെന്താ ഷോപ്പിങ്ങിന് വരുന്നില്ലാത്തെ? അല്ല അത് പിന്നെ എനിക്ക് സമയമില്ല എന്ന് പറയണേ. അതെന്ത് പരിപാടി അങ്ങനെ പറയണേ? പെട്ടെന്ന് ജലജ ചോദിച്ചു, അല്ല ജ്വല്ലറി ഒക്കെ അതൊക്കെ നോക്കണമെന്നല്ല പറഞ്ഞത്, നല്ല ഡിസൈൻ നോക്കി ആഭരണങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി, ഞങ്ങൾ പിന്നെ പോയി വാങ്ങിച്ചോളാന്ന് പറയണേ. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, അല്ല മോളുടെ ഇഷ്ടം വേണ്ടേ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അതെ നല്ലൊരു ഡിസൈൻ തന്നെയല്ലേ വീട്ടിലുള്ളത്, പിന്നെ എന്തിനാ ഞാൻ സെലക്ട് ചെയ്യാൻ വരുന്നേ? അതെ ഏട്ടത്തിയെ സെലക്ട് ചെയ്താൽ മതി, ഏട്ടത്തി സെലക്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടൂന്ന് പറയണം. ഇത് കേട്ടതും ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേന് പറഞ്ഞു, അതെ അത് ഇവിടുത്തെ വേലക്കാരിയാന്ന് കൂട്ടിയാൽ മതി, അത്രയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇവിടുത്തെ മരുമോളായിട്ടൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല എന്ന് പറയാം. ഇത് നയനയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. ഈ സമയം നവ്യ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അപ്പൊ ജലജ പറഞ്ഞു, അതെ ഒരു വേലക്കാരിയല്ല, 2 വേലക്കാരി മരുമക്കളുണ്ടെന്ന് അങ്ങോട്ട് പറ, അതാ ഇച്ചോടെ നല്ലതെന്ന് പറയാം. നവ്യ പക്ഷെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. പെട്ടെന്ന് നവ്യ പറഞ്ഞു, എന്തിനാ 2 ആക്കണേ? ഓഹോ 2 അല്ല, എനിക്ക് മാറിപ്പോയതാ, 3 പേരുണ്ടല്ലോ ഇവിടെ ഇപ്പോഴെന്ന് പറയണം. കനകയും കൂടെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് നവ്യ പറഞ്ഞു, എന്നാ 3 അല്ല 4, അമ്മേനെ കൂടെ കൂട്ടി 4 പേരുണ്ടെന്ന് പറയാണ്. കാരണം നവ്യ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കും. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, എന്തിനാടി നീയൊക്കെ 4 ആക്കി വെക്കുന്നേ? എന്നെയും കൂടെ കൂട്ടി അങ്ങോട്ട് 5 ആക്കിക്കോ, നിനക്ക് സമാധാനമല്ലേന്ന് ചോദിക്കോ. ഈ സമയം നയനയ്ക്ക് നല്ല ദേഷ്യ സങ്കടം വെക്കുന്നു. നയന പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇവിടെ കിടന്ന് ആരും വഴിക്കടിക്കേണ്ട കാര്യമില്ല, അറിയാലോ. വേണ്ടാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കുന്നേ എന്ന് ചോദിക്കുവാണ്. പിന്നീട് ജലജ പറഞ്ഞു, ഇവിടെ ചില വയ്യാവേലികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ പുറത്താക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയാണ്. കനകേനെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. ഈ സമയം കനകം മുത്തശ്ശിയോട് പറഞ്ഞു, അതെ ഞാൻ ഷോപ്പിങ്ങിനൊന്നും വരുന്നില്ല കേട്ടോ, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ പോകേണ്ടതുണ്ട്, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയണം. എന്റെ വീടിന്റെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന് പറയണം. ജലജ പറഞ്ഞു, ശരിയാ, നീ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, നീ അവിടെ തന്നെ നിന്നു, കല്യാണത്തിന് സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് അതിനെ പറഞ്ഞു, അപ്പച്ചിക്ക് അത് പറയാൻ എന്നാ അധികാരമുള്ളേ? അല്ല അത് പറയേണ്ട ആള് മുത്തശ്ശനും മുത്തശ്ശിവാ, കാരണം അവരാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്, അപ്പൊ അവര് പറയട്ടെ എപ്പൊ പോണോന്നുള്ള കാര്യം. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ എത്രയാന്ന് വെച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെയൊന്നും അല്ല, എന്റെ അമ്മേനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് മാത്രമല്ല ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആരാ? മുത്തശ്ശനും മുത്തശ്ശിയല്ലേ. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവസാന തീരുമാനം അവരുടെ ആയിരിക്കും. അതുകൊണ്ട് അവര് പറയാതെ ഒരു കാരണവശാല് അമ്മ ഇവിടുന്ന് പോകുന്നില്ലെന്ന് പറയാം. ദേവേനി പറഞ്ഞു, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ കൂടുതൽ പറയണ്ടെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒരു കാര്യം ഉറപ്പായി.
അനാമികയ്ക്ക്. കാരണം ഈ വീട്ടില് ഇതുവരെയായിട്ട് ഇവരെ മരുമക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താൻ ഈ കുടുംബത്തിലേക്ക് വന്നൊരു വിലസങ്കോട് വിലസും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരെ അംഗീകരിക്കാത്ത രീതിക്ക് അംഗീകരിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോ മരുമകളായിട്ട് അംഗീകരിക്കും തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിത സുഖകരമായിരിക്കുന്ന അനാമിക്ക് മനസ്സിലായി. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എന്തോ എനിക്കാണ് മുഖത്തൊക്കെ ഒരു ചൊറിച്ചിലോ പുകച്ചിലോ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയാ. ഇത് എത്ര സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം മോളേന്ന് ചോദിക്കുക. പെട്ടെന്ന് അവർ പറഞ്ഞു, ബ്യൂട്ടീഷ്യൻ പറഞ്ഞു, ഒരു അരമണിക്കൂർ. അയ്യോ, അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണോന്ന് ചോദിക്കുക. ഈ സമയം ദേവനെ പറഞ്ഞു, അതെ അമ്മേ, ഇച്ചിരിയൊക്കെ നീറ്റിലുണ്ടെങ്കിലോ വെളുക്കോളെന്ന് പറയണം, നല്ല സെറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇരിക്കോളത്തുള്ളൂന്ന് പറയാണ്. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ശരിയാ അമ്മേ, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം. പിന്നെ അമ്മ ആഴ്ച അമ്മ ബ്യൂട്ടി പാർലറിൽ പോകും, ഇത് നല്ലതാണെന്ന് പറയും. ഈ മേക്കപ്പ് ഒക്കെ ചെയ്തെന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും കാണാം അമ്മേനെ കണ്ടാല് ആള് തിരിച്ചറിയാൻ പറ്റില്ല, അതുപോലെ ആയിരിക്കും എന്ന് പറയാം. ഈ സമയം മുത്തശ്ശി വേണ്ടേ, ഈ വയസ്സനാം കാലത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന് ഒന്ന് മുകളിലേക്ക് പോയാൽ മതി, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പറയും. നായന പറഞ്ഞു, അതെന്താ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയണേ, അങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാണ്. ഈ സമയത്ത് അടുക്കളയില് ആദർശും അബി എല്ലാരും കൂടെ ഒരുങ്ങി വരികയാണ്. ഒരുങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാൻറ് ഷർട്ടും ഒക്കെ മാറിയിട്ട് മുണ്ടും ബനിയനും തോർത്തൊക്കെ ഇട്ടുകൊണ്ട് വരുവാണ്. അടുക്കള ജോലി ചെയ്യുന്ന പാത്തിനും അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്ന് നിന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം മുത്തശ്ശനാണെങ്കിലോ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് എല്ലാം ടേബിളിൽ നിർത്തി ഓരോന്നൊക്കെ അരിയാൻ തുടങ്ങി. അങ്ങനെ ആദർശം വന്നപ്പോൾ ചോദിച്ചു, അല്ല എന്താണ് മോനെ ഉണ്ടാക്കാൻ തുടങ്ങണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആദർശന് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആദർശം പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് കഴുകി വെക്കാന്ന് പറയണം. അപ്പൊ അജയൻ വന്നിട്ട് ചോദിച്ചു, എടാ എന്തോ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ ആദർശം, എനിക്ക് അത്യാവശ്യമൊക്കെ ഞാനിങ്ങനെ അവള് നയന ചെയ്യുന്ന കാണുമ്പോൾ കണ്ടു നോക്കി പഠിച്ചിട്ടുണ്ട്, പക്ഷേങ്കില് എന്ന് പറഞ്ഞ് നിർത്തുവാണ്. ഈ സമയം അനു ചോദിച്ചാൽ അതെന്താട്ടാ പക്ഷേങ്കില് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ പോടാ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. എന്നാ ശരി അങ്ങ് പാചകം തുടങ്ങിക്കോളാൻ പറയാണ്. ദൈവമേ പെട്ടുപോയല്ലോ, ഇനിയിപ്പൊ എന്തുണ്ടാക്കും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ സമയം ആദർശം പറഞ്ഞൊരു കാര്യം ചെയ്യുക, അത് മസാലപ്പൊടിയൊക്കെ വേണം, ആദ്യം മസാലപ്പൊടി എടുത്തോണ്ട് ഞാൻ പറയണം. മസാലപ്പൊടിയോ? അങ്ങനെ എല്ലാവരും മസാലപ്പൊടി തപ്പാൻ തുടങ്ങി. അവസാനം അബി ഒരു പാത്രം എടുത്തോണ്ട് വന്നു. ഇത് നോക്ക്, ഈ ടിന്നകത്ത് മസാലപ്പൊടി അല്ലേന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മല്ലിപ്പൊടി. എടാ ഇത് മല്ലിപ്പൊടിയാന്ന് പറയണം. ഇനി മസാലപ്പൊടി എവിടുന്നാ കിട്ടുന്നത്? മസാലപ്പൊടി ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാന്ന് പറയണം. അങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാന്നോർത്ത് പറഞ്ഞ. അപ്പത്തേനും അനി അങ്ങോട്ട് കൊണ്ടേ കൊടുത്തിട്ട് ഇതാ മസാലപ്പൊടി എന്ന് പറയണം. പെട്ടെന്ന് ആദർശം പറഞ്ഞു, അതെ ഇത് മാത്രം പോരാ, പെപ്പർ പൗഡർ എവിടെയെന്ന് ചോദിക്കണം. പെപ്പർ പൗഡറോ? ദൈവമേ ഇനി അത് എവിടെ പോയി തപ്പും. അങ്ങനെ ആദർശം ഓരെന്ന് പറഞ്ഞപ്പോ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനെ തന്നെ നോക്കുക. മുത്തശ്ശന് മനസ്സിലായി ആദർശൻ അടുക്കളയിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആകാനുള്ള പണിയാണ്. കാരണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഓരോരോ പേരും കൂടെ പറഞ്ഞിങ്ങനെ അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ, ആ ഒരു ചിന്തയായിരുന്നു ആദർശന് മനസ്സിലായത്. മുത്തശ്ശന് മനസ്സിലാവുകയാണ്. അപ്പൊ മുത്തശ്ശനും മാത്രമല്ല, ഇത് അജയനും ജയനും എല്ലാം ഈ കാര്യം മനസ്സിലായി. എല്ലാവരും ആദർശനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.